ഹലോ. അപ്പം നമ്മളിതാ പോവാണ് ഇവിടുന്ന് അല്ലേ മോളെ? ഡേ 3 നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാണല്ലേ. നമ്മളിവിടെ കണ്ടു. എന്ത് കണ്ടു? പേരയ്ക്ക കണ്ടു. പേരയ്ക്ക കണ്ടപ്പോൾ പേരയ്ക്ക പൊട്ടിച്ച് കഴിക്കണം ആഗ്രഹം. ഇന്നലെ ഒരു ചേട്ടൻ തന്നതല്ലേ, കഴിച്ചല്ലേ? നല്ല മധുരമായിരുന്നു. അത് കടയിൽ നിന്ന് മേടിക്കണായിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ മധുരം ഉണ്ടാവാറില്ല. പക്ഷേ അതെ. അപ്പം നമ്മളിന്ന് ഇപ്പം തന്നെ വീണേ പേരയ്ക്ക പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. പേരയ്ക്ക ഉണ്ടോ നോക്കട്ടെ, അറുത്തടിച്ച് വീഴൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. എന്നിട്ട് വേണം നമുക്ക് ബസ്സിന് പോവാൻ. ഗൈസ്, അതാണ് നമ്മുടെ പേരയ്ക്ക മരം. ഇവിടേക്ക് എത്രയും കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ഞാനവിടെ പോട്ടേട്ടാ. ആഹാ, എന്താ കിളികളുടെ ശബ്ദങ്ങൾ അല്ലേ മോളെ? അതെ. അവിടെ നോക്കിയ മല എല്ലാം നല്ല വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മൾ താമസിച്ച സ്ഥലം. ഗൈസ്, അവനെ അതിസാഹസികമായി പേരയ്ക്ക പൊട്ടിച്ചിരിക്കുന്നു. മേത്തൊക്കെ പറ്റിയ സാധനം എന്തൊക്കെയോ കുത്തണ സാധനം പോലത്തെ ഉണ്ട്. കാണിച്ചു പേരയ്ക്കാം. നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ കണ്ടാൽ പിടിച്ച് കെട്ടിയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് നടക്കാം. വാ, അവിടെ എത്തിയിട്ട് പറിക്കാൻ പോണു സേ. അപ്പോൾ ഗൈസ്, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാണ്. അപ്സരച്ച് ഇപ്പുറത്തെ കുപ്പി ഇപ്പുറത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്സരച്ച് മാസ്ക് ഒക്കെ റെഡി. മാസ്ക് ഉണ്ടായിരുന്നല്ലോ, എനിക്കൊരെണ്ണം വാങ്ങണം. അപ്പോൾ നമുക്ക് ബൈ. അപ്പം നമ്മൾ നമ്മുടെ മഡ് ഹൗസിനോട് യാത്ര പറയാനും ബൈ ബൈ. നമ്മൾ പോവാണ് ഗൈസ്. വല്ലാത്തൊരു ഫീൽ ഇവിടെ നിന്ന് പോകുമ്പോൾ. നമ്മൾ ഇത്രയും മീൻസ് 2 ദിവസം ഒരു 2 നൈറ്റ് ഇവിടെ നിന്ന് എൻജോയ് ചെയ്തല്ലേ. അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഫീൽ. നമ്മൾ വീട്ടിൽ പോയിട്ടുള്ള ഫീലുകൾ കാണിക്കാട്ടെ ഞാൻ. നമ്മുടെ ബോഡി ഗാർഡ് ഇതാ ഓടുന്നുട്ടാ. ബോഡി ഗാർഡ് ഇവിടെ കമോൺ. ബോഡി ഗാർഡ് ഭയങ്കര ആറ്റിറ്റ്യൂഡാ. നോക്കണും കൂടി ഇല്ല. എന്താ പോണ പോക്ക്. ഇവിടെ പെട്ടി വലിച്ചിട്ടുള്ള ശബ്ദം എന്നെ കണ്ടിരിക്കും പെണ്ണേ. ഇവിടെ ചക്കര ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചക്ക ഓർന്ന് നോക്കിയത് ബസ്. ഇപ്പൊ ഒരു ബസ് കയറിട്ടാ. അപ്പൊ നമ്മളെ കണ്ടപ്പോ തിരിച്ചു പോയി. വീണ്ടും വന്നു തിരിച്ച്. എന്തേടി ബസ് കിട്ടാണ്ട് പോസ്റ്റ് അടിച്ച് നിൽക്കുന്ന ഒരു സമയം. ആ ഒരു സമയം അപ്സരച്ച് മാസ്ക് ഇട്ടോണ്ട് പറയൂ. ബസ് കിട്ടാണ്ടുള്ള ഒരു വിഷമം കൊണ്ടാക്കാൻ പറയും. നമ്മൾ കാറ് കാണുമ്പോൾ കഴിച്ചിട്ട് ചെക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ഈ പെണ്ണിൻ്റെ ഇടയിൽ കൂടെ ശബ്ദം ഓഫ് ചെയ്ത്. നമ്മുടെ ഡാർലിംഗ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെ ബസ് കയറ്റി വിട്ടിട്ട് ആളെ പോവുള്ളൂ. പക്ഷേ ആളും ബസ് നോക്കി നിൽക്കുന്നുണ്ട്. നടക്കണില്ലേ, ബസ്സും കാണണില്ലേ, ഒന്നും കാണാത്ത അവസ്ഥയായി. റസ്മി ബൈക്ക് എന്താണ് പറയാനുള്ളത്? പോണ്ടാന്ന് ഗൈസ്. ഇതെന്തോ അരവട്ടാൻ തോന്നുന്നുണ്ട്. നീ വീട്ടിലേക്ക് എത്തട്ടെ. എൻ്റെ അമ്മേനെ കണ്ട എനിക്ക് ഇത്ര നാളായി 2 ദിവസം ഇവിടെ നിൽക്കുന്നു. എൻ്റെ അമ്മ പറയുന്നുണ്ട് വാന്ന്. അവിടെ ആൾ ഫോട്ടോ എടുക്കണം. ആറ്റിറ്റ്യൂഡാ മൊത്തം. നോക്ക്, ഡാർലിങ്ങിനെ വെച്ച് ഫോട്ടോ എടുക്കേ. കിട്ടി തന്നെ ഫോട്ടോ നോക്കണമെന്നില്ല. ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോ ഒരു ചേട്ടൻ, ദൈവദൂതം പോലെ, ചേട്ടന്റെ പേര് ബിജേഷ് ചേട്ടൻ. അപ്പൊ കൽപ്പറ്റയിലാണ് ബിജേഷ് ചേട്ടന്റെ വീട്. അപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി ഉണ്ണിയപ്പം മേടിക്കണമായിരുന്നല്ലോ. അപ്പൊ ഉണ്ണിയപ്പം മേടിച്ചിട്ട് ഞങ്ങള് ബിജേഷ് ചേട്ടൻ അവിടത്തെ എവിടെ വരെ, കൽപ്പറ്റയല്ല പനമര വരെ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറി പോകും ഗൈസ്. ദൈവദൂതം പോലെ മിണ്ടാണ്ടിരിക്കുന്നു. നമുക്ക് ഉണ്ണിയപ്പം കഴിക്കുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നത്. അതിന്റെ വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം കഴിച്ചിട്ടാണ് അത് തീർക്കണമെങ്കിൽ. അത് കാര്യം. നമ്മൾ ഉണ്ണിയപ്പത്തിന് പോട്ടേട്ടോ, മേടിക്കാൻ പോട്ടേട്ടോ. ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പക്കട. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ഉണ്ണിയപ്പക്കട എത്തിയിട്ടുണ്ട്. അതെ ചേട്ടാ, ഒരു എത്ര ഒരെണ്ണത്തിന്? 2 പാക്കറ്റ്. എത്ര പാക്കറ്റാ? അയ്യോ ചേട്ടാ, ഞാൻ പൊട്ടിക്കാട്ടോ. ആ കവറിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ച് തരും ചേട്ടാ. ടേസ്റ്റ് നോക്കട്ടെ. അതെ, ഇവിടെ ഫേമസ് ആണ് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടുത്താ കൈമിട്ട് നടക്കാനാണോ ഗൈസ് ഇവർക്ക്? എനിക്ക് 2 പാക്കറ്റ് ആണ് ചേട്ടാ. എത്ര പാക്കറ്റാ? 2 വാ ചേട്ടാ. അത് ഞാൻ ചൂടുള്ള ഉണ്ണിയപ്പാണേ. ചേട്ടാ 3 പാക്കറ്റ്. എനിക്ക് 3 പാക്കറ്റ്. എന്താണ് ചേട്ടാ? ലിഫ്റ്റും കൂടെ പറഞ്ഞെടുത്തോടാ.
ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊടുക്കാം, നല്ല ഉണ്ണിയപ്പല്ലേ, അടിപൊളി ടേസ്റ്റ് ഉണ്ട് ചേട്ടാ. ഞാൻ പോകണ ഇതാണ് നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു, തിരുനെല്ലി പോകുമ്പോൾ തിരുനെല്ലിയിൽ ഫേമസ് ആയിട്ട് ഉണ്ണിയപ്പക്കട കാണുമെന്ന് പറയും. ആ ഉണ്ണിയപ്പക്കടയാണ് കേട്ടത്. അപ്പൊ ഗൈസ് നമ്മൾ ഈ ചേട്ടൻ ഒരു പേരയ്ക്ക കൊടുത്തു. ഞാൻ ആ കാട്ടിൽ നിന്ന് പേരയ്ക്ക പൊടിച്ചിട്ടുണ്ടായിരുന്നു. ആ പേരയ്ക്ക കൊടുത്തു. അപ്പൊ ചേട്ടൻ ഒരു കത്തി ഉണ്ടെന്ന്. എന്താ ചേട്ടന്റെ ഒരു മിനി കടയാണ് കേട്ടോ. ട്രാവൽ ചെയ്യുന്ന ആളല്ലേ, എന്ത് ബിസിനസ്മാനല്ലേ, അപ്പൊ ട്രാവൽ ചെയ്യുമ്പോ കത്തിയും കടാരൊക്കെ വേണം. ഓ കടാര വരുമ്പോ ആൾക്കാരെ വെട്ടാനാ. അല്ല നമുക്ക് ഇഷ്ടായില്ല ഉണ്ണിയപ്പം. ചേട്ടൻ പിന്നെ എന്നും കഴിക്കണമെന്നാന്ന് തോന്നുന്നുണ്ട്. ചേട്ടൻ ഉണ്ണിയപ്പത്തിന് എത്ര ഇത് തോന്നിയില്ല. നമ്മള് 3 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. 3 പാക്കറ്റ് കണ്ടിട്ട് എന്റെ വീട്ടിലേക്ക് വരെ പ്രത്യേക ശ്രദ്ധിക്കും. ഞാൻ അത് കഴിച്ചു തീർക്കും. ഉണ്ണിയപ്പം എവിടെയെന്ന് ചോദിച്ചിട്ട് വരണ്ട. വീട്ടിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി തീരുമാനിക്കും. അത് ഞാൻ ഇതുപോലെ പാത്രത്തിൽ വെക്കും. ഞാൻ ഉണ്ടാക്കി ഉണ്ണിയപ്പം. അതെ, നന്ദനയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം. നമ്മള് കാട് കയറി ചേട്ടനെ എവിടേക്ക് കൊണ്ടുവന്നു പറഞ്ഞിട്ടില്ല. ചേട്ടൻ എവിടേക്കാ? ചേകാടി. എന്താ ഷൂന്നൊക്കെ ചേട്ടൻ. നമ്മളെ ചേട്ടനൊന്നും ചേട്ടൻ മതി. ചേട്ടനൊന്നും ചെയ്യില്ല. ചേട്ടൻ പാകം. അയ്യോ, ഇങ്ങനെ വർത്താനം പറയണ്ടല്ലേ. അല്ല പിന്നെ ചേട്ടൻ തന്നെ പിടിച്ച് ഒറ്റിറക്കാം. മോളറിയിണ്ടാളും വന്നോട്ടെ. അവിടെ എത്തട്ടെ. ആ ചേകാടിയിലെ ഒരു കാട്ടിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി കേട്ടോ, ഓക്കെ ബൈ. അപ്പൊ ഗൈസ് നമ്മളിതാ ഏതൊരു കാട് ചേട്ടാ, ചേകാടി ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി. ഇവിടെ ആന ഉണ്ടാവുന്ന രാത്രി എന്ന് പറയുന്നത്, രാവിലെ ഉണ്ടാവും. നമുക്ക് നോക്കാം. എന്താ അല്ലേ, നല്ല അടിപൊളി വ്യൂ ആണ്. വീഡിയോസ് ഒക്കെ എടുക്കാൻ അടിപൊളി. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പളേക്കും വല്ല പുലിയോ കടുവയോ വല്ലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. നല്ല നല്ല കാടുകൾ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് നോക്കില്ലേ, നല്ല പൂ. ഈ കടലാസ് പൂ ഇങ്ങനെ നിൽക്കണു. അല്ല ഇങ്ങനെ ഈ വഴിയൊക്കെ അടിപൊളി. വീഡിയോ ഒക്കെ എടുക്കാൻ, റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ വഴിയാ. സുഖുവേട്ടന്റെ ചായക്കട എത്ര വർഷം പഴക്കണ്ട് ചേട്ടാ? 100 വർഷത്തിന് മുകളിലുണ്ട് കേട്ടോ. പഴക്കമുള്ള കടയാണേ. എന്റെ അമ്മേ, ഇപ്പഴും ചായക്കട ഉണ്ടല്ലേ? സുഖേട്ടനുണ്ടാ? ആണല്ലേ, സുഖേട്ടനുണ്ട് കേട്ടോ. ഒക്കെ നല്ല ഭംഗിയുണ്ട്. അവിടെയൊക്കെ ഇറങ്ങി നല്ല ആഴുണ്ട് ചേട്ടാ. ഇല്ലേ, ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നല്ല പറ്റിയ സ്ഥലമാണ്. നല്ല വീഡിയോ അതിൽ നോക്കട്ടെ ചേട്ടാ. ഇത് മൊത്തം ഇങ്ങനെ ആദിവാസികളുടെ കോളനി കേട്ടോ. സ്ഥലം ഉണ്ടാവും കാണുന്നൊന്നും അറിയില്ല. അവര് നമ്മൾ താമസിച്ച മഡ് ഹൗസ് പോലെ കെട്ടിയിട്ടൊക്കെ താമസിക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. KSRTC ഉണ്ട്. നമ്മള് ഫോറസ്റ്റിലേക്ക് കയറാണല്ലേ ചേട്ടാ? ഓക്കെ, നമ്മളിതാ ഫോറസ്റ്റിലേക്ക് കയറാണേ. ഓ, നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല വ്യൂ. ഇത് എന്തെങ്കിലും വള്ളികളൊക്കെ തൂങ്ങി കിടക്കണ ചേട്ടാ? ഓ, ഞാൻ ഇലക്ട്രിക് ഇങ്ങനത്തെ കണ്ടിട്ടില്ലേ? ഹലോ, എക്സ്ക്യൂസ് മീ. പിന്നെ എന്നെ കൊടുന്നു ഞാൻ വരില്ലെന്നൊക്കെ. ആനയൊക്കെ വരിട്ടില്ല. അതാ ആനനെ കാണാൻ പറ്റിയാൽ ഭാഗ്യം. ചെറിയ റോഡാണല്ലേ. വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ കാട്ടിക്കൂടെ എടുക്കാൻ നമുക്ക് വണ്ടി. അല്ലാണ്ട് വേറെ വഴിയില്ല. നിങ്ങൾ ഇറക്കിയിട്ടാ മതി ശല്യങ്ങൾ. പോ മിന്നാണ്ടിരിക്കണ ആരാ ചേട്ടൻ പോറടിക്കുന്നു. ഞാൻ ഒരു കമ്പനിയോട് കൊണ്ടോട് ചേട്ടൻ അങ്ങനെ പോന്നു. അല്ലെങ്കിൽ അറിയുന്ന എപ്പോഴേ പുറത്താക്കിയനെ. അവിടെ ആരോ നിൽക്കുന്നുണ്ട്. മുറ്റൊക്കെ ഉണ്ടേ. അവിടെ ആരാവില്ല. ഫോറസ്റ്റിലാളാവും. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. റെസ്റ്റ് ഉണ്ടാക്കണ്ട. ഓക്കെ ബൈ. ഫോറസ്റ്റ് കണ്ടിട്ട് നമ്മൾ എങ്ങനെ ഇറങ്ങാണ്ട് പോവാ. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാട്, കറുത്ത കാട്. കറുത്ത കാടല്ല, പച്ചക്കാടാ. അതെ, വെളുത്ത കാടാ. ശരിയാ. എന്താ അല്ലേ, അടിപൊളി, സൂപ്പർ. ഇവിടെ ഫോട്ടോ എടുക്കാനാണ്. രശ്മി ഭായിനെ കാണാനില്ലല്ലോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. നല്ല വെയിലും. ഇത് കുറുവാദ്വീപിലേക്ക് പോണ വഴി എങ്ങനെയാ ചേട്ടാ ഇതില്? ആ വഴിയില്ലേ? ഓക്കെ, നമ്മൾ കുറുവാദ്വീപിലേക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. ഈ വഴി ഇതാണ്. നമ്മൾ ഇതാ കുറുവാദ്വീപ് കേട്ടോ. ഈ വഴിയാണേ കുറുവാദ്വീപിലേക്ക്. 1 കിലോമീറ്ററുള്ളൂ. ചേട്ടൻ കൊണ്ടുപോകണോ? ചേട്ടൻ ട്രിപ്പും കൂടെ തിരിച്ചു വരുമ്പോ കുറുവാദ്വീപിലേക്ക് കൊണ്ടുവന്ന് അടിപൊളി. നമ്മൾ പോയിട്ട് വരട്ടെ. നോക്കി ഇവിടെ പുറ്റൊക്കെ. നമ്മൾ കുറുവാദ്വീപ് കണ്ടിട്ട് വരട്ടെ. കുറുവാദ്വീപ്
കുറുവാദ്വീപിൽ നമ്മൾ വന്നിരിക്കുന്നു. അടിപൊളി. നമ്മളിതാ ഫോറസ്റ്റ് അടിപൊളി റോഡാണേ. ഫുള്ള് മുളകളില്ലേ? അങ്ങനെ പറഞ്ഞാ മതി. മുള ബാക്കിയുള്ള ഇതൊക്കെ നിൽക്കണ എൻ്റെ എത്ര എന്താ പറയാ മുളകൾ. ഫോറസ്റ്റിൽ കയറാണ്. വീഡിയോ എടുത്താൽ ചിലപ്പോൾ കൊല്ലും. ഓക്കെ അടിപൊളി അല്ലേ? എന്തൊക്കെ ഇവിടെ നനയ്ക്കുണ്ടല്ലോ അവരിങ്ങനെ ഫുള്ള് പൊടി പൊടിയായിട്ട് മൊത്തം വലിയ അടിപൊളി സെറ്റ്. ഓ ഓ അതിലങ്ങോട്ട് പോയല്ലേ? നമ്മൾ പുഴയ്ക്കൊന്നും പോകണില്ലേ. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കുറുവാദ്വീപിന്റെ ഒരു ഇത് കാണാൻ വേണ്ടി വന്നതാണ്. അത് ആ വഴിയാണല്ലേ? ഓക്കെ ഓക്കെ. നമ്മൾ റിട്ടേൺ പോകാൻ ഗൈസ്. ഓ +2 ആണല്ലേ? അപ്പൊ ഗൈസ് നമ്മൾ കുറുവാദ്വീപിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. നമ്മൾ പുറത്ത് ആ ചില കാഴ്ച കാണിച്ചു തന്നു നമുക്ക് എന്തൊക്കെ സംഭവങ്ങളൊക്കെയുള്ളതെന്ന്. അപ്പം നമ്മൾ കണ്ടതാ പോവാണ്. ടൂറിസ്റ്റ് ബസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അവിടെ. ഇത് ഫോറസ്റ്റിന്റെ വീട്. ഫോറസ്റ്റ് വീട് മീൻസ് അവര് താമസിക്കുന്ന സ്ഥലം. ബ്രിട്ടീഷുകാരുടെ പാർക്കം ഫോറസ്റ്റ് അല്ലേ? പാർക്കം. ഓ ഇതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കാപ്പിയുടെ ചെടി അതില് പൂത്തത് നല്ല സ്മെല്ലുണ്ട്. പൂക്കൾ ഈ സൈഡൊക്കെ അതിന്റെ സ്മെല്ലാണ് അടിച്ചോണ്ടിരിക്കണത്. അതിന്റെ കുരുവും. ഞാൻ ആദ്യമായിട്ടാണ് കാപ്പി ഇങ്ങനെ ഒരു മരത്തുമ്മയാണ് ഉണ്ടാവണേ. മീൻസ് ചെറിയൊരു ഇതുമേ. ചായയുടെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇതൊരു വെറൈറ്റി സംഭവമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ബൈ. കാപ്പിപ്പൂവാണിത്. കാപ്പിപ്പൂ വെള്ള കളർ ഞങ്ങളുടെ ഓക്കെ. നമ്മളങ്ങനെ ചേട്ടനൊക്കെ കൊണ്ടാക്കി. ചേട്ടൻ അങ്ങനെ പോയി. നമ്മൾ പനമരത്താണ് കേട്ടോ ഇറങ്ങിയത്. പനമരത്ത് ബസ് കാത്ത് നിൽക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കയ്യിൽ വെച്ച് ബസ്സിൽ കയറിട്ടോ. ബസ്സിൽ നിൽക്കണതിൻ്റെ സങ്കടമാണ് റസ്മിൻ ബൈക്ക് കാണുന്നത്. എനിക്ക് സങ്കടമൊന്നുമില്ല, വിഷമം. റസ്മിൻ ബൈക്ക് സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾക്ക് ഇതാ കോഴിക്കോട് എത്തി. ഒരു ഹോട്ടലിലൊക്കെ കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നല്ലൊരു ബിരിയാണി പറഞ്ഞു. ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അടിപൊളി ബിരിയാണിയാണ്. ഞാൻ കോഴിക്കോട് വന്ന അവിടുത്തെ ബിരിയാണി ഫാനാണ് ഞാൻ. അപ്പോൾ ഗൈസ് നമ്മളിതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമ്മൾ ട്രെയിൻ കയറിയിരിക്കുകയാണ്. നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞല്ലേ? എന്തായിരുന്നു? അതെ എന്തായിരുന്നു റെസ്പോൺസ്? പക്ഷെ എൻ്റെ ലൈഫില് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു ട്രിപ്പ് പോകണം. അതെ ഇങ്ങനെ ഒരു ട്രിപ്പ് എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പേഴ്സണൽ നമ്മള് മൂന്നൊരു ഭയങ്കര വൈബായിരുന്നു. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ഈ 3 പുരുഷന്മാർ തമ്മിൽ ചേരും, 3 സ്ത്രീകൾ തമ്മിൽ ചേരില്ല എന്നൊക്കെ ഈ കൊളോക്കലായിട്ട് ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ 3 പേരും ഒരേ വൈബായിരുന്നു. ഭയങ്കര എൻജോയ്മെന്റ് ആണ്. എടുത്തിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ നൈസായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയും ട്രിപ്പുകൾ പോകുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഉടനെ അടുത്തൊരു ട്രിപ്പുണ്ട്. നന്ദുവിന്റെ വകയാണ് സ്പോൺസർ ചെയ്യുന്നത്. ഞാൻ കൊളാബ് നന്ദുവിന് എന്നും കൊളാബ് ഷൂട്ടുകള്, ഞാൻ 1 lakh ഒഴിക്കുന്നുണ്ട്. 1 lakh മേടിക്കും. അതിൽ 5000 എടുത്തിട്ട് ബാക്കി തൊട്ടിട്ട്. അപ്പൊ ഗൈസ് നമ്മളിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പെണ്ണുമ്പിള്ള ഇത് കണക്കണച്ചിരിക്കാണ്ട് ഇവിടെ പറ തീ തുടങ്ങി വയ്യാട്ട് അത്രയും ക്ഷീണുണ്ട്. കാരണം ഞങ്ങള് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ട്രെയിനിൽ കാറിലൊന്നല്ല. നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റായ അപ്സര വന്നിട്ട് നമ്മൾ കാറിലൊന്നും വിളിച്ചില്ല. പക്ഷെ നമ്മൾ ട്രെയിനിലും ബസ്സിലൊക്കെ അപ്സരച്ചിനെ കൊണ്ടുപോയി അയച്ച് അതും ലിഫ്റ്റൊക്കെ മേടിച്ച്. എന്താണെന്നറിയോ, ഞാൻ കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഞാനത് എൻ്റെ സ്വന്തം കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തെയും ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. ശരിക്കും ടൂറിന്റെ വൈബ് കിട്ടിയ കുട്ടികളാണ്. കാരണം സാധാരണ ബസ്സിൽ യാത്ര ചെയ്യും, ഞാൻ കാണുന്നിടത്തൊക്കെ ഇറങ്ങുക, വീണ്ടും ബസ്സിൽ യാത്ര പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളിൽ ഫുഡ് കഴിക്കുക, ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ബസ് കിട്ടാതെ കുറേ നേരം നിൽക്കുക. ബസ്സിൽ വരുന്ന കപ്പലണ്ടിക്കാരൻ്റെ കയ്യിൽ നിന്ന്
കപ്പലിന്റെ അത് ഞങ്ങളെ വാങ്ങിയത്, ഇവിടെ ഒരാളാ വാങ്ങിയത്. ഞാൻ കപ്പലിന്റെ വീട്ടിൽ ഞങ്ങൾ ആ ബസ്സിനകത്ത് നേരെ പൊളിച്ച് കഴിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടില്ല അങ്ങനെ. ഞാൻ വാങ്ങാറുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം വാങ്ങി കഴിച്ചിട്ടുണ്ട്. കാരണം ഫുൾ വൈബായിരുന്നു. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇതിലും ബെറ്ററായിട്ട് ഉടനെ അടുത്തൊരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല കിടില സ്ഥലത്ത് നന്ദു നമ്മളെ കൊണ്ടുപോകും. അതെ, അതും തായ്ലാന്റില്. ഞങ്ങൾ പോയത് ഒരു കിഡ്നി പറയാൻ വെച്ചിട്ട് എവിടെയായിരുന്നു? മഡ് ഹൗസ്, നെല്ലി മഡ് ഹൗസ്. അവരുടെ ഒരു പ്രൊമോഷൻ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. കുറെ പേര് ചോദിച്ചത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ. ഇനി ഈ വൈബ് നിങ്ങൾക്കും ആർക്കെങ്കിലും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തും പ്രൊമോഷന് വേണ്ടി ഞങ്ങളെ 3 പേരെയും വിളിക്കാൻ നിങ്ങൾക്ക്. ഞങ്ങൾ അടിച്ച് പൊളിച്ച് നിങ്ങളുടെ കയ്യിൽ ആ റിസോർട്ട് പൊളിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കൈകാലം പിടിച്ചൊക്കെ അവിടെ നമ്മളെ ധൈര്യമായിട്ട് വിളിക്കാം. പിന്നെ ഈ ഇനാഗുറേഷനൊക്കെ നമ്മൾ 3 പേര് വന്നാൽ നിങ്ങൾക്ക് ആ ഒരു വൈബ് വെച്ചിട്ട് കേട്ടായിരിക്കും. പാട്ടിന് പാട്ട്, ആങ്കറിങ് ജൂവലറി ഉണ്ടല്ലോ, ജൂവലറി കൈയോടെ പൊളിച്ചിരിക്കുന്നത്. അപ്പൊ ഓക്കെ, ബൈ. ശല്യങ്ങൾ പോകുന്നു ഗൈസ്. അത് ടൂറൊന്നുമില്ല, ഇനി ടൂറാ. ഇനി ഞാൻ ടൂറായി പോളില്ല.